നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യ ചൈതന്യയതി. ധ്യാനം 61. വിളിവിഷയം വിലസുന്നു വേറുവേറായളവിടുമിന്ദ്രിയമാർന്ന് തൻ്റെ ധർമ്മം ജളതയതിങ്ങു ദിഗംബരാതി നാമാവലിയോടുയർന്ന് അറിവായി മാറിടുന്നു. ഓരോ നിമിഷവും കടന്നു വരുന്നത് ഒരു പുതിയ സന്ദേശവുമായിട്ടാണ്. അവയെല്ലാം ഐകരൂപ്യമുള്ളതായിരിക്കുകയില്ല. ഒന്ന് ഒന്നിന് വിരുദ്ധമാണെന്നും വരാം. ഇതാ സന്തോഷം, മുത്തിക്കുടിക്കൂ. ഞാനിന്ന് നിന്റെ സ്വപ്നങ്ങൾ തകർക്കും. കാത്തിരിക്കൂ, ഇനിയും സമയമായിട്ടില്ല. ഇത് കണ്ണു നിറയെ കണ്ടുകൊള്ളൂ. ഞാൻ ഒരു വികൃത സത്വമാണ്. എന്നെ കണ്ടിട്ട് പേടിയാകുന്നുണ്ടോ? ഇങ്ങോട്ട് അടുത്തിരിക്കൂ. ഞാൻ പാട്ടു പാടിത്തരാം. ഇതൊന്ന് മണത്തു നോക്കൂ. കസ്തൂരി തോറ്റുപോകും. ഇങ്ങനെ ഓരോ നിമിഷത്തിനും അതിൻ്റെതായ സല്ലാപമുണ്ട്. അല്ലെങ്കിൽ പ്രതിജ്ഞ, അതുമല്ലെങ്കിൽ ഭീഷണി. ഈ നിമിഷങ്ങളോടെല്ലാം അങ്ങോട്ട് കാട്ടുന്ന പ്രതികരണങ്ങളുമുണ്ട്. ഈ കാഴ്ച സുഖമില്ല. ഈ പൂവിനേക്കാൾ അതെത്ര വലുത്. ഇതിന് മധുരമധികം. അത് കഴിച്ചിട്ട് നാക്കിൽ വെക്കാൻ വയ്യ. എന്നിങ്ങനെ ഓരോ അനുഭവത്തെയും അളന്നു കുറിച്ച് ഓരോ വിഷയത്തിൻ്റെയും മൂല്യം നാം നിർണയിച്ചു പോരുന്നു. ആ ലോകം നാനാത്വത്തിൻ്റെതാണ്. ആകാശത്തിൻ്റെ ഭൂതാംശവും ശബ്ദത്തിൻ്റെ മാത്രയും എവിടെയോ തമ്മിൽ പുണർന്നു കിടക്കുകയല്ല, ഭേദമില്ലാതിരിക്കുകയാണ്. ഇളം കാറ്റു വന്ന് മൃദുവായി തഴുകിപ്പോകുമ്പോൾ ഉള്ളിലിരിക്കുന്ന പ്രാണൻ മൂക്കിലെ ശ്വാസത്തിലും ഹൃദയത്തിൻ്റെ ചലനത്തിലും നാഡിയിലെ വൈദ്യുതിയിലും മസ്തിഷ്കത്തിലെ ചിന്തയിലും ആത്മാവിലെ കുളിരിലും വേറെ വേറെ ഇരിക്കുന്നെങ്കിലും ഒരിക്കലും പിരിയാത്ത തൻ്റെ ബാഹ്യസത്തയോട് കുശലം മൊഴിയുന്നതാണ് നാം സുഖമെന്നെണ്ണുന്നത്. വെളി ഏതാണ്, അകമേതാണ് എന്ന് ആർക്ക് തീർത്തു പറയുവാൻ കഴിയും? എൽ ചിജിസ്കി എന്നൊരു റഷ്യൻ ശാസ്ത്രജ്ഞനെ സോവിയറ്റ് സർക്കാർ 1930 സൈബീരിയയിലേക്ക് നാടുകടത്തി. എന്തായിരുന്നു അയാൾ ചെയ്ത കുറ്റം? ലോകത്തിലെ വിപ്ലവങ്ങളുടെ പിരിമുറക്കം കൂട്ടുന്നതും കുറയ്ക്കുന്നതും വൈരുദ്ധ്യാധിഷ്ഠിതമായ ഭൗതികവാദമല്ല. ആകാശത്തിരുന്ന് തീ തുപ്പുന്ന സൂര്യൻ വീട്ടുമുറത്തിരിക്കുന്നവന്റെ കരളിൽ കോളിളക്കം ഉണ്ടാക്കുന്നത് കൊണ്ടാണെന്ന് ചിജിസ്കി പറഞ്ഞു. ചിജിസ്കി മഞ്ഞിൽ കിടന്ന് മരിച്ചിരിക്കും. പിന്നെ 40 വർഷം കഴിഞ്ഞപ്പോൾ സൺസ്പോട്ട് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഒരു ശാസ്ത്ര സത്യമായി എല്ലാവരും അംഗീകരിച്ചു. സൺസ്പോട്ട് ഒരു ഭൗതിക സംഭവമാണ്. സൂര്യന്റെ ഊർജ വിക്ഷേപത്തിലുള്ള ഏറ്റക്കുറച്ചിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ പലമാതിരി ക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു. അത് വൈകാരികമായ വ്യതിയാനങ്ങൾ മനസ്സിലുണ്ടാക്കുകയാൽ വിചാരധാരയിലും ആശയങ്ങൾ മാറി മറിഞ്ഞു വരുന്നു. ആ ആശയങ്ങൾക്ക് വ്യക്തിയെ എന്ന പോലെ ചിലപ്പോൾ സമൂഹത്തെ തന്നെ ഉടച്ചു വാർക്കുവാൻ കഴിഞ്ഞെന്നു വരാം. ജാഡ്യം എന്ന് കരുതപ്പെടുന്ന ലോകത്തിൽ നിന്നും
മുറിച്ചു മാറ്റാനാവാത്ത അറിവിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളന്നു വയ്ക്കുന്ന സംവേദനങ്ങളെല്ലാം വ്യക്തമായ നാമവും രൂപവും ഉള്ളതായി വന്നു നിരക്കുമ്പോൾ അവയൊന്നും വസ്തുക്കളല്ല, അനുഭവമാണ്. അനുഭവം വസ്തുവല്ല, അറിവാണ്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്നിങ്ങനെ ദിക്കുകളെ പറ്റി പറയുമ്പോൾ ആ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്ന ഒരു വസ്തുവും അവിടെ എങ്ങുമില്ല. ഒരാളുടെ കിഴക്ക് വേറൊരാളുടെ പടിഞ്ഞാറാണ്. ആകാശം ഒരു സത്യമായി എല്ലാവരും വ്യവഹരിക്കുന്നുവെങ്കിലും അങ്ങനെ ഒരു വസ്തുവില്ല. ഇന്ദ്രിയധർമ്മമായ സന്നികർഷത മുതൽ മനസ്സിന്റെ ധർമ്മമായ നിഗമനം വരെ മുറിവില്ലാതെ കിടക്കുന്ന അത്ഭുത പ്രപഞ്ചത്തെ വാങ്മയമായ അറിവായിട്ടേ നാം അനുഭവിക്കുന്നുള്ളൂ.